കണ്ണാപ്പിടെ നമ്മളെ കുടുംബക്കാർക്ക് നീ അവനെ അച്ഛന്ന് വിളിച്ചോ കുറച്ച് ദിവസത്തേക്ക്. ചേച്ചിയെ ഞാൻ പാത്തുക്കറേൻ. അച്ഛന്റെ ഊറി കണ്ണാപ്പി 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 അത് പറയാൻ വേണ്ടിയാണ് വന്നത്. സംഭവം നിന്നെ അതല്ല 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 അതല്ലടാ, നീ പണ്ട് കാണാതായപ്പോഴത്തേക്കടാ എടാ എടാ അതായത് എടാ നിനക്കെങ്ങനെ അറിയാം? ഞാനൊന്ന് പറയട്ടെ എടാ കണ്ണാപ്പി, ഞാൻ ഒന്ന് പറഞ്ഞ് തീരട്ടെ, അത് അടങ്ങ്. എടാ നിന്നെ എടാ കണ്ണാപ്പി എടാ കണ്ണാപ്പി എടാ പറയട്ടെ കണ്ണാപ്പി പറയട്ടെ കണ്ണാപ്പി. നീ എന്തിനു പേടിക്കണ ഇങ്ങനെ? സത്യങ്ങൾ പറയുമ്പോ നീ പേടിക്കണ എന്തിനാണ്? എടാ പണ്ട് അനാഥാലയത്തില് ഒരു കുഞ്ഞിനൊരാള് കൊണ്ട് എന്റെ കൈ തന്നപ്പോഴേ നിന്നെ ഞാനാണല്ലോ വാങ്ങിച്ചു, എന്റെ കയ്യിലോ നിന്നെ മേടിച്ചത്. നിനക്കെങ്ങനെ അറിയാടാ? എടാ നീ ഒന്ന് കൈക്കുഞ്ഞാ, നിനക്ക് അറിയാന്നാ? ആദ്യമൊക്കെ ഇങ്ങനെ ഇങ്ങനെ അച്ഛന് അച്ഛന് ലുക്ക് വേണോന്ന് ഇങ്ങനെ പറയുന്നത് കണ്ണാപ്പി അല്പത്തരാണ്. കേട്ടാ ഇതൊക്കെ അല്പത്തരാണ് കണ്ണാപ്പി. നീ ഇങ്ങനെ ചെയ്യല്ലേ ദയവ് ചെയ്ത്. നീ സോനം പാപ്പടി ഇതാ കാണാതെ പോയ ഉന്നടാ മോൻ. ചന്ദ്രന്റെ പേരെന്താ സേവ് ചെയ്തേക്കുന്നേ? ചന്ദ്രന്റെ പേര് ഞാനൊരു കാര്യം പറയട്ടെ കണ്ണാപ്പി, നീ നിന്റെ അച്ഛനോട്ട് അങ്ങനെ ഇതാക്ക്. പിന്നെ ചന്ദ്രനൊക്കെ ഏറ്റെടുത്താൽ ഇല്ലല്ലോ പറഞ്ഞത് ചന്ദ്രൻ ഓരോ സൂര്യബോധ തലയിലായോ തലയിലെടുത്ത് വെച്ചോ. അലീനക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അലീന ഓക്കേന്നാ പറഞ്ഞത് മോനെന്ന് പറഞ്ഞപ്പോൾ. ഹലോ ഹലോ പച്ചമുടി ഭൂമിയിലൊക്കെ കേട്ടില്ല. ഇതിനൊക്കെ ഷെയിം ചെയ്തിട്ട് എന്താണ് പറയുന്നത്? കണ്ണാപ്പി ഞാൻ പറയട്ടെ കണ്ണാപ്പി, നീ മുഖത്ത് കാക്ക കാഷ്ടിച്ച പോലെ ഓരോന്ന് വരച്ചോണ്ട് നടന്നിട്ട് ആൾക്കാർ നിന്നെ ഒന്നും പറയുന്നില്ല. അപ്പൊ നീ അവനെ കളിയാക്കാൻ പാടില്ല, മനസ്സിലായ? ഇത്ര നികൃഷ്ട ജീവിയെ പോലെ നടന്നിട്ട് നിന്നെ ഇവിടെ ആരും അല്ല നിന്നെ ഇവിടെ ആരും പോയിട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് നീ പാവ അവന് ഇച്ചിരി വയറ് അവൻ ഇച്ചിരി വയറ് വന്നപ്പോഴത്തേക്ക് നീ അവനെ വയറിനെ വെച്ച് കളിയാക്കണ. എടാ അലീനയുടെ അനിയല്ലേ എടാ കണ്ണാപ്പി അലീനയുടെ അനിയല്ലേ? അവളല്ലേ പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കണേ. അത് നിനക്ക് ഇത്ര എണ്ണം എന്താണ്? അവള് നോക്കിക്കോളും. ചെലപ്പോ ഇടയ്ക്ക് ഉരച്ചു നോക്കണേ പിത്തളായെന്ന്. ഞാൻ പറട്ടെ, ഇവനെ 5 ദിവസം ഭക്ഷണം കൊടുക്കാൻ ചന്ദ്രനെ വരെ തിന്നു, മനസ്സിലായ? ആ സൈസ് സാധനം. കണ്ണാപ്പിടെ നമ്മളെ കുടുംബക്കാർക്ക് ഇപ്പൊ മനസ്സിലായ ആരുടെ കുടുംബം കേട്ടല്ലോ എല്ലാരും. നമ്മുടെ കുടുംബക്കാരുടെ ഞാൻ അലീനയുടെ ആരാണ് ഉദ്ദേശിച്ചാ? ചന്ദ്രന്റെ മോൻ തന്നെ സൂര്യബോസ് വളർന്നു വലുതായി. എല്ലാ പേരും എത്തിലാണ് നടക്കുന്നത്. അവൻ അച്ഛനുണ്ട്, നിനക്ക് അച്ഛനുണ്ടെന്നാ ചോദിക്കണേ. സൂര്യബോസിനെ വിളിക്കാറില്ലേ? കൊച്ചി ഇറക്കാൻ ചെറുതായിട്ട് വലുതായി, എന്നാലും ബുദ്ധിക്ക് വരുമെന്ന് പറയുന്നില്ലല്ലോ. ചന്ദ്രന്റെ മോൻ തന്നെയല്ലേ? ആ ബുദ്ധിയല്ലേ കിട്ടൂ. അതിന് മാറ്റം. കണ്ണാപ്പി നിനക്ക് ബുദ്ധി ഇല്ലല്ലോ. കണ്ണാപ്പി നിനക്ക് എന്ത് ബുദ്ധി ഉണ്ടെന്നാ? ബെൻസിന്റെ ബോഡിയാണെങ്കിലും എഞ്ചിൻ ഇപ്പോഴും മറ്റേ ലോറ ഇടാ കണ്ണാപ്പി. ലോറ എന്തിയാടാ? കണ്ണാപ്പി ലോറ എന്തിയേ? ലോറ എന്തിയേ? നിന്റെ കാമിക്ക് എന്തിയേ? ധന ഏത് ധന?
പക്ഷെ നീ നിന്റെ വാവയെ മുത്തേന്നൊക്കെ വിളിച്ചോണ്ടാ ലോറ എന്തിനാണ് ചോദിക്കണേ? അങ്ങ് അണന്നല്ലടാ അങ്ങ് അണന്നല്ലടാ അങ്ങ് ഏവലെ അങ്ങ് അണന്നല്ലടാ അങ്ങ്. പിന്നെ മിണ്ടാതെ എന്നോണം പിന്നെ കേട്ടാ. പിന്നെ വാ തുറക്കരുത് കേട്ടാ. പലതും അഴിയും ഇവിടെ. ഇതാണ് നിന്റെ അളിയൻ ഇതാണ് നിന്റെ അളിയൻ കേട്ടാ. ആ പച്ചമുടി ആ നീ അവനെ അച്ഛന്ന് വിളിച്ചോ കുറച്ച് ദിവസത്തേക്ക്. ഹലോ അച്ഛാ. ഞാൻ നിന്റെ അളിയനായിട്ട് നിന്നെ അളിയനായിട്ട് എടുക്കണമെങ്കിൽ നീ അവൻ അച്ഛാ വിളിക്കണം. ചേച്ചി എന്താ ഡൗട്ട് ചോദിച്ചോട്ടാ? എന്നെ നീ അച്ഛാന്ന് വിളിക്കണം. നീ കണ്ണന്റെ മോനാണെങ്കിൽ അലിന ചേച്ചി അച്ഛനെ വിളിച്ച நீங்க செத்து போவீங்களா? இல்ல சத்தவல இனி விളിച്ചാ ചത്തു. கண்ணாச்சே தெய்வமாடா நீ சொன்ன எல்லாம் பழிக்கிறது. നീ എല്ലായിടത്തും പറയണം. ഏൻ പേര് നിന്റെ പേരെന്തോ പീട്ടറാ ഏൻ പേര് സോമു ഏ അപ്പാ പേര് കണ്ണാപ്പി അമ്മ പേര് തെരിയാതെ. ഓക്കെ നിന്നെ വിളിക്കണ കണ്ണാച്ചാന്ന്. എന്നെ ഈ അണ്ണന്റെ இதுதா உன்னோட டியூட்டி. ചേച്ചിയെ ഞാൻ പാത്തുക്കറேன். കവലപ്പെട വേണ്ട. കണ്ണാച്ചൻ ഉന്നോട് അച്ഛൻ വന്നിട്ട് കണ്ണച്ചാ അച്ഛന്റെ ഊറി എന്റെ കൈ കണ്ടോ നിന്റെ വയറ്റിപ്പിടിപ്പ് പോണ്ടെങ്കിൽ നീ ഉണ്ടായിരുന്നോ? എന്തായാലും ഇനിയിപ്പോ നീ അവനെ സ്വന്തം പോലെ സൂര്യബോസ് നോക്കിയോളാ കണ്ണപ്പി. കാരണം അവൻ അച്ഛനെ കൂടി നോക്കിയാ സിറ്റി വന്നേ. അപ്പൊ അവൻ അച്ഛനെ കിട്ടി എന്തായാലും. പോട്ടെ മെഷീനിൽ കയറി നിൽക്കാൻ പറ്റുമോ? കയറി നിന്നാ തന്നെ അത് പൊട്ടിപ്പോല്ലോ. നീ അവന്റെ അച്ഛനോടാ ഇങ്ങനെയാണ് സംസാരിക്കണ നബി. പിന്നെ ഇത് ഉറങ്ങണടാ വിളിച്ച് നിന്ന് എണീപ്പിച്ചേ. സ്വന്തം മോനെ കുറിച്ച് എന്തൊക്കെയാടാ ഈ പറയുന്നേ? പാവപ്പെട്ട മോനെ കുറിച്ച് എന്തൊക്കെയാടാ കണ്ണാപ്പി പറയുന്നേ? ഹലോ കണ്ണച്ചാ സുഖമാണോ? നിനക്ക് 10 വർഗർ ചന്ദ്രനെ അച്ഛൻ വിളിച്ച 10 വർഗർ അമ്മ വരെ 6 തരും. ഇപ്പൊ കോംപ്രമൈസ് ചെയ്യില്ലെങ്കിൽ ഇതിപ്പോ കോംപ്രമൈസ് ചെയ്ത് സിറ്റി മൊത്തം പറഞ്ഞു നടക്കോവേ. ഫുഡുണ്ടാ അച്ഛാ? പൊന്നച്ചല്ല കണ്ണച്ച്. പൊന്നച്ചാന്നെ കളിക്കട്ടാ. ഫുഡുണ്ടാ? പ്ലീസ് അച്ഛാ. ഒരു മോന്റെ ആഗ്രഹല്ലേ? എണ്ണ വരും അമ്മ എണ്ണ വരും അമ്മ. ആണോ?
അവൻ എന്ന് പറഞ്ഞ പേരെന്നില്ല ധന്യയോ എണ്ണ വരും എനിക്ക് ചന്ദ്രനെ പോലെ കുടുംബവുമായിട്ട് കൊണ്ടുപോയി എനിക്ക് താല്പര്യമില്ല. എടാ അവന് താല്പര്യമില്ല. നീ കണ്ടിടത്തെല്ലാം പോയി വെടിവെച്ച് ചേർന്നിട്ട് കൊച്ചുണ്ടാകുമ്പോ ഇങ്ങനെ പറഞ്ഞ ചന്ദ്രു ഇളം പ്രായം, അപ്പൊ ഇത് കണ്ടറിയാ ഇതാരുടെ പ്രായമാണ്. ഇത് കണ്ടറിയാ ഇത് ആരുടേന്ന് കേട്ടാ ഫേസ് കട്ട് വെച്ചോ കണ്ണാ ഇത് കണ്ടറിയാ ഇത് കണ്ടറിയ ഇത് ആരുടേന്ന് കേട്ടാ കേട്ടാ കണ്ണാ ചന്ദ്രൻ ഒന്ന് വരാം, നീ അധികം സംസാരിക്കല്ലേ കേക്ക് ചന്ദ്രൻ ഒന്ന് വരാമോ? എടാ നിന്നെ നമ്മുടെ രണ്ടുപേരുടെ കോമഡി ശത്രു ബാബുഷന്റെ ഒരു ചെറിയ ശബ്ദമൊക്കെ ഇല്ലേ? ഇല്ല സൗണ്ട് ഇല്ല ബാബുന്റെ ഇല്ല ഇല്ലല്ലേ? അത് പറഞ്ഞപ്പോഴാ ബോസണ്ണ ബാബുന്റെ സൗണ്ട് അല്ല നിന്റെ സൗണ്ട് അതെ ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. ആ. രാജ എടാ അമ്മാവുടെ പേര് കിടച്ചാച്ച് ധനലക്ഷ്മി ധനലക്ഷ്മി போன்ல பாக்குறேன் நோட் பண்ணிக்கிட்டமா ആ ധനലക്ഷ്മി நான் நோட் செய்துக்கிறேன் സൂപ്പർ. എനിക്ക് ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട് ബോസണ്ണ. அப்பா நேம் ആ. ബോസണ്ണ ഓൾറെഡി നിന്നെ നോട്ട് കണ്ണാ. ഉണ്ട്. അപ്പാനെ രാജ. സേവ് ചെയ്തിട്ടുങ്കോ അപ്പാനെ ഇത് രാജ. ആ രാജയുടെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ രാജ ആർ. ആ ആറിന്റെ ഇനീഷ്യലിലെ ഫുള്ള് ഒന്ന് പറഞ്ഞു കൊടുത്താണ്. രായനാണാ രാജ ആർ. രായണ്ണന്റെ മോനാന്നൊരു പക്ഷെ ഇതുണ്ട്. എല്ലാം എനിക്ക് ഡൗട്ട് ഇല്ല, ഏബല്ല ഡൗട്ട്. ബോസണ്ണ ഒന്ന് സൂക്ഷിച്ചു നോക്കി അവന്റെ മുഖത്തോട്ട്. ഇല്ല രായന്റെ ഒരു സ്റ്റോക്ക് ഉണ്ടെന്നേ ഉള്ളൂ. രായന്റെ പിന്നെയും കട്ടുള്ള സ്വരൂപം പിടിക്കാം. ഇല്ല കണ്ണാപ്പി കറക്റ്റ് നിന്റെ കട്ട് തന്നെ, നിന്റെ കട്ടും നിന്റെ സ്വഭാവവും എന്റെ ഞാൻ ഇവനും തമ്മിൽ എന്ത് ചന്ദ്രു ഇത് സ്വഭാവം എന്റെ അപ്പൂപ്പനെ കണക്കിരിക്കുക. കണ്ണാപ്പി போன പറയാനും അച്ഛാ കണ്ണാപ്പി എല്ലാ ആർക്ക് തെറ്റ് പറ്റും അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനാണ്. ഇപ്പൊ ഞാൻ സൂര്യബോസാണ്, ഞാൻ കൊണ്ടുപോയില്ലേ, നമ്മള് തെറ്റുകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മള് ചന്ദ്രൊക്കെ ഏറ്റെടുത്താ മതി. എടാ കഴിച്ച ബർഗറിലെ കൂടെ സോനപ്പപ്പടെ നിനക്ക് അച്ഛനായി തോന്നുന്ന ആരെയാണ്? ஒரு பார்த்தது அச்ச போலே ഉണ്ട് അച്ഛ സുഖം എല്ലാം ഹാപ്പി മാരീഡ് ലൈഫ്. എന്നാ വിളിക്കണ്ട എന്താ ഒരു പച്ച കളർ മുടി വരാത്തെ പറ. പച്ച കളർ മുടി നീ പെയിന്റ് അടിച്ച് കളർ അടിച്ചല്ലേ നീ? ആ പിന്നെ കളർ പിന്നെ നീ തവളരെ പിന്നെ നീ തവളരെ പോലെ നിനക്ക് ജനിക്കുമ്പോഴേ പച്ച കളർ ഉണ്ടാവേ. പിന്നെ ആ പോളെ അമ്മയിലൊക്കെ ഉണ്ടാവും. ധനലക്ഷ്മി മീൻ കറിയായില്ല ധനലക്ഷ്മി ഉണ്ടല്ലേ ലക്ഷ്മിയാണ് ഉന്നോട് അമ്മ. അല്ലല്ലോ കുഴപ്പമില്ല കണ്ണാപ്പി. ഞാനും ആദ്യം ഇങ്ങനെ ചന്ദ്രൻ എനിക്ക് കുടുംബ കുട്ടികളായിട്ട് കിടക്കാൻ ഏറ്റെടുക്കുന്നത് പറയാൻ വേണ്ടി എന്റെ കൊച്ചല്ലല്ലോ ഇത്. നിന്റെ ഓരോ കലാവിരുദ്ധകൾ നീ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നീ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം തമിഴ്നാട്ടിൽ നിന്ന് ഒരു പയ്യനെ പിടിച്ചോണ്ട് എനിക്ക് തോന്നുന്നത് ഇത് സൂര്യബോസിന്റെ ശാപമെന്നാണ് എനിക്ക് തോന്നണട്ടാ. കാരണം അല്ല അലീന ആ സൂര്യബോസിന് എന്തൊക്കെ കളിയാക്കിട്ടുണ്ടല്ലേ കണ്ണാപ്പി? എന്തൊക്കെ പറഞ്ഞു പാവോട കണ്ണാപ്പി ആ സൂര്യക്ക് എന്തൊക്കെ നീ ആ സൂര്യ പറഞ്ഞോട്ട് നീ സൂര്യബോസിനെ പാവത്തിനെ തലയിലടിച്ച് വെക്കല്ലേ. നിന്റെ തന്നെ ഇത് നല്ല സംസാരിക്കും ആ ഇതാരിത് എന്താ റോങ് ആവണ നീ പാട്ടി ആ ഊതൽനി ആ പറ എന്താ എങ്ങോട്ട് ഒളിഞ്ഞു കേൾക്കാൻ ചിലവരങ്ങ് നടക്കുക കേട്ടോ. ഒന്ന് ശ്രമിക്കോ. ഇതെത്ര 10 100 എത്ര ഇത് എത്ര 10 100 1000 10 ലക്ഷം 10 ലക്ഷം. അടാ എനിക്കിനി 1 കോടി വേണം എന്നാലും ബോണ്ടാക്കാൻ പറ്റൂ. ബ്ലാക്ക് എത്ര ഉണ്ടായിരുന്നു? അടുത്ത സിറ്റി വരുമ്പോ ബ്ലാക്ക് കയറി കൈവച്ചോണേ. ഹലോ ഹലോ ബ്രോ. എടാ പമ്പിന്ന് നല്ല കച്ചവടമൊക്കെ ഇല്ലേ? കച്ചവടം ഉണ്ട്, പക്ഷെ കച്ചവടത്തെ പൈസ പോകുന്നുണ്ട്. എന്റെ പേര് അലക്സ്. ചില പേർ എനിക്ക് പമ്പം നോക്കണം കണ്ണപ്പിലേക്ക് അഞ്ച കണ്ണപ്പിലേക്ക്
എന്ത് സ്നേഹോടാ നിങ്ങൾ എന്ത് സ്നേഹോടാ അച്ഛാ. എന്ത് സ്നേഹോടാ കണ്ണാപ്പി നിങ്ങള് തമ്മില് ഇനി പെണ്ണ് പോലും കിട്ടത്തില്ല ഏട്ടാ ഇത്ര വലിയൊരു മോനൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നിനക്ക് പെണ്ണായില്ല ധനലക്ഷ്മി അവന്റെ അമ്മ. എടാ നിങ്ങളെ ഇടയ്ക്ക് അച്ഛൻ്റെ എടാ പൊന്നികളാ അച്ഛാ. കണ്ണാപ്പി ഞാൻ കാര്യപ്പെട്ടെ എടാ ഇതിന് പറയാം നിങ്ങളുടെ ഇടയ്ക്ക് അവരെ കിടത്തണേ. അവൻ രാത്രി പേടിയാ. ഓക്കെ നിന്റെ ധനലക്ഷ്മി ഇടയ്ക്ക് കിടത്തണേ. ഓക്കെ ഓക്കെ ഇവന് വേണ്ടി വരും. ഹലോ ഞാൻ ധനലക്ഷ്മി സെറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ. ആ അത് ശരി നോക്കുന്നുണ്ട് ബോസണ്ണ. സൂപ്പർ ഗേളോ സോമുന്റെ ആറ് അച്ഛാ. ചന്ദ്രൻ ഞാൻ ഫോട്ടോ എന്നെ കാണത്ത ജർമ്മൻ സോമു ചെല്ല് ചെല്ല്. ആ നിങ്ങളുടെ അച്ഛൻ ജർമ്മൻ സോമു. സൂപ്പർ ഗേൾ വെൽക്കം ടു ദ ലൈവ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? അയ്യോ ഓ ഹാപ്പി. ആ കുക്കണ്ണ അനാവശ്യമായിട്ട് എന്റെ കൊച്ചിനെ ഇതാക്കൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടല്ലോ. കേട്ടോ കുക്കണ്ണ ചാറ്റ് ഹിസ്റ്ററി നോക്കട്ടെ ഞാൻ എന്തൊക്കെ പറഞ്ഞ നോക്കട്ടെ. ഇൻസ്റ്റയിലുള്ളി ചന്ദ്ര ചന്ദ്ര നോക്കി ചന്ദ്ര എടാ കുക്കണ്ണ പരനാറി. സൂപ്പർ ഗേൾ എന്റെ വിർച്വൽ ഗേൾഫ്രണ്ടാ. നിങ്ങൾ എന്താ ഈ പറയുന്നേ? എന്നെ ഒത്തിരി ഹർട്ട് ചെയ്ത് ചന്ദ്രുന്ന്. കുക്കണ്ണ അനാവശ്യമായിട്ട് കൊച്ചിനെ ഹർട്ട് ചെയ്താണ്ടല്ല. ഇല്ലാത്തോണ്ട് പറയുക. ആ ബാരാക്കല്ലേ. ആ കിഴപ്പ നമ്മൾ ടീമാണ്. ഞാൻ ചാവുന്നതാ. ആണോ അപ്പൊ അങ്ങ് ഏറ്റെടുത്തോ ഹലോ ചന്ദ്രൻ ഞാൻ ചോദിച്ച ന്യായമല്ലേ ചന്ദ്രൻ ഞാൻ ചോദിച്ച ന്യായമല്ലേ? എന്തിനാ അലീനയാണ് സോമു. അവനോട് അങ്ങനെ വിളിക്കാൻ പറഞ്ഞു പറഞ്ഞ് ആവോ? അപ്പൊ ഞാൻ അലീന എന്റെ മോളാവോ? ആവോ? എടാ ഞാൻ കാര്യപ്പെട്ടെ എടാ ഇപ്പൊ എങ്ങനെയാണ് സൂര്യബോസന്റെ അച്ഛനെ വിളിച്ചത് നീ ആലോചിച്ചത്? ആ, അത് ഓരോ വിളവെടുക്കാൻ പോയിട്ട് പിന്നല്ല ഇങ്ങനെ അങ്ങനെ നീ വിളവെടുത്തേന്ന് തോന്നിക്കുന്നു. ഒരു സെക്കൻഡ് അവൻ ആരുടെയും എന്താണ് ഞാൻ തമിഴ് എടുത്തിട്ടില്ല. സംസാരിക്കുന്നു? ധനലക്ഷ്മി തമിഴായോണ്ട്. പോട്ടെ ഞാനിപ്പോ തന്നെ പരിചയപ്പെട്ടിട്ട് 2 ആഴ്ച പോലും ആയിട്ടില്ല. അതിന് മുമ്പ് ഇത്ര വലിയ അനാവശ്യമായിട്ടുള്ള വോട്ടുകൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ അല്ല വിളവെടുത്തിട്ട് അനാവശ്യമായിട്ടുള്ള വോട്ടുകൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ അഡ്മിൻസിനെയും കിക്ക് ചെയ്യുന്ന അറിയിച്ചോളൂ. സൂപ്പർ പേടിക്കണ്ട ഞാൻ ഉണ്ട്. ഞാൻ വേറെ ചിരി പോകാറില്ല. കണ്ണച്ചാ, എന്ത് പ്രശ്നമായി അച്ഛാ? അവന്റെ സ്നേഹം കണ്ടോടാ. തലവൊക്കെ വിടത്തില്ല. അവന്റെ സ്നേഹം കണ്ടില്ലടാ. ഇത് വരുമ്പോ ഞാൻ മാമന്റെ തലയിൽ അടിച്ചെടുത്തോളാം. മാമന്റെ ഉണ്ണി തലയില്ലേ അതേ കണക്കുണ്ട് തല. മാമന്റെ തലയിൽ വെച്ചോടിപ്പിക്കാൻ. എന്താ ആരാ എന്താ പറഞ്ഞ കേട്ടില്ല. മാമന്റെ നല്ലത്. ഇല്ല ഇത് എടാ അവൻ എടാ പിള്ള മനസ്സിൽ കള്ളമില്ല. അവൻ നിന്നെ അച്ഛാന്ന് വിളിച്ചു കഴിഞ്ഞാൽ നീ എങ്ങനെയാണ് കണ്ണാപ്പ അത് നീ ഇങ്ങനെ ഇത്ര ഇതായിട്ട് നീ ഇങ്ങനെ നിരസിക്കുന്നത്? ബോസണ്ണ പിള്ള മനസ്സെന്ന് മാത്രം പറയല്ലേ. ചന്ദ്രു ഇവൻ ഇത്രയും പോലും പ്രായം. എന്താടാ അച്ഛനെ വിളിച്ചാ ഡാഡിന്ന് വിളിക്കട്ടെ. ചന്ദ്ര സുഖാണോ? സുഖമാണ് സുഖമാണ്. കുക്കണ്ണ പോലെ പിണങ്ങല്ലേ വെറുതെ പറഞ്ഞല്ലേ കുക്കണ്ണ. അച്ഛനെ വിളിച്ചാ ഡാഡിന്ന് വിളിക്കട്ടെ. അയ്യേ കുക്കണ്ണ ഇത്രയൊക്കെ ഉള്ളൂ. കണ്ടാടിന്ന് വിളിച്ചോ. കണ്ടാടി. കണ്ടാടി. അങ്ങനല്ല സോമു എല്ലായിടത്തും പറയണം. ഇതാണ് അവൻ കണ്ണച്ചൻ അച്ഛന് പറയട്ടോ. കണ്ണച്ചൻ അല്ലെങ്കിൽ ഡാഡിന്നോ അച്ഛന്നാ വിളിച്ചോ നിന്റെ ഇഷ്ടം. ഓക്കെ. അതാ അവനുടെ ജോബ്. ആ ഓ മനസ്സിലായി. കണ്ണച്ചനെ പിന്നെ സൂര്യ ബോസിന്റെ ഇവർ ചെയ്തവരെല്ലാം ഇവര് തിരിച്ചു കിട്ടും. എല്ലാം തിരിച്ചോണ്ട് തിരിച്ചു കിട്ടും. കണ്ണച്ചനെ കണ്ടില്ല. അച്ഛൻ കണ്ടിയാണെന്നോ? ഹലോ കോഴിക്കോട് മാമനാവും. അതോ ഇല്ലല്ല സൂപ്പർ ഗേള്. നിങ്ങൾ എന്താ പറയുന്നത്? EMS അല്ലേ തിരിച്ചുവേ? EMS തിരിച്ചു. EMS നമുക്കൊക്കെ ഡെയിലി വന്നിട്ട് ബോസണ്ണ എന്നല്ലേ. ഹലോ എന്ത് പറഞ്ഞു ചന്ദ്രച്ച എന്ത് പറഞ്ഞു?
ഫുഡ് കഴിച്ചാ ഇത് ചന്ദ്രന്റെ മോനാണ് ഗൈസ് എല്ലാരും അല്ല, അല്ല, അല്ല. എല്ലാവർക്കും ചന്ദ്രന്റെ കണ്ണാപ്പി കണ്ണാപ്പി കുഴപ്പമില്ല. ഇല്ല ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ. നീ ഇട്ടോ ഇട്ടോ ഇട്ടോ. എനിക്ക് ഇട്ടോ ഇട്ടോ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ല. കാരണം എന്താ റിയൽ എന്ന് എല്ലാവർക്കും അറിയാലോ കണ്ണാപ്പി. സോമോ 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 ഉന്നട അപ്പ ആര്? അപ്പാവാ ആ எனக்கு ஆறுன்னு அறியலையே ஆறு നോക്ക് ചെക്ക് ചെക്ക് பண்ண ചെക്ക് பண்ண உன்னோட 10 മിനിറ്റ് 10 ചെക്ക് பண்ண നോട്ട് പാഡ് ചെക്ക് பண்ண ഉന്നോட അപ്പ ആരെന്ന് ചന്ദ്രൻ താനെ 10 മിനിറ്റ് ഉന്നോட അപ്പ കണ്ണാപ്പി പറഞ്ഞ് 10 മിനിറ്റ്സ് ചന്ദ്രൻ അച്ഛനെ വിളിക്കണോ 10 ഫുഡ് കിട്ടി എനക്ക് ശരി വിളിക്കണോന്നാ കണ്ണ അപ്പ ഉന്നോட റിയൽ അച്ഛൻ ആര്? കണ്ണാപ്പി സേ മാറ്റി பண்ண അച്ഛൻ வந்து റിയൽ അച്ഛൻ ആര്? போட்டிருக்கல ரியல் அச்சன் வந்து கண்ணாப்பிடா கண்ணாப்பி அப்பன் தனலட்சுமி மீன்காரி அம்மா മീൻകാരിയാ மீன்காரி ഇവിടെ കണ്ടവിടെ ഓടിപ്പോയി ബോസണ്ണ അവിടെ ഇങ്ങോട്ടോ കണ്ണ എവിടെ കണ്ണ ബോസണ്ണൻ തിരക്കുന്ന കണ്ണനെ കണ്ണൻ കണ്ണൻ പോയാ കണ്ണനെ ബോസണ്ണ ഇവിടെ നേരെ ഫ്രണ്ടി അതാ ബോസണ്ണൻ തിരക്കുന്നത് അതാ തിരിഞ്ഞേ കണ്ണ ഞാൻ തിരിഞ്ഞു നോക്കതാ ബോസണ്ണ ഓടി വരുന്നതാ മനെ കണ്ണാ എടാ അവന് വിശക്കുന്നടാ ഫുഡ് ഒന്ന് മേടിച്ചു പറഞ്ഞ ആണോ ഇൻസ്റ്റാ സ്റ്റോറിലുള്ള എല്ലാരും ഇല്ല മേടിച്ചു ഇല്ല അച്ഛനെ ഒരു മോനെ ഉണ്ടാക്കിയിട്ട് അതെ പൈസ ഇല്ല അവനെ തീറ്റി മാറ്റാനായിട്ട് മോൻ ആരെയാണോ അച്ഛന്ന് വിളിക്കുന്നത് അവരാണ് തന്ത. ഓക്കെ ആ വാ ഹായ് ബ്രോ. ഹലോ ബ്രോ ഹലോ പോടാ ബ്രോ ഹായ്. ഹായ് തോമോ அம்மா ஓகே ഇൻസ്റ്റയിലൊരു സ്റ്റോറി ബോർഡ് അപ്പ കണ്ണാപ്പി വന്ന് എനിക്ക് ഫുഡൊന്നും വാങ്ങി തരുന്നില്ല, ഇത് ന്യായമാണോ എന്ന് ചോദിച്ചിട്ടൊരു സ്റ്റോറി ഇട്. കണ്ണാടി പോട്ട് കടാറ് കണ്ണാടി ഫോട്ടോ പോവാതെ എന്തിനാണ് സ്റ്റൈല് ഇത് സ്റ്റൈലായിട്ട് എന്താ കാര്യം എന്താ യൂസ് എന്താ ஹலோ என் பேரு சோனுபி டப்பா வந்துச்சு திருப்பி ரீடேக் பண்றேன். என் பேர் என்ன சோமு கண்ணாவா? അല്ല ജർമ്മൻ സോമു ஜெர்மன் சோமு. என் பேரு வந்து ஜெர்மன் சோமு. எங்க அப்பா எனக்கு ஃபுட்டு மேடிச்சு தர மாட்டாங்க. நீங்க யாரெல்லாம் பாத்தீங்கன்னா எங்க அப்பா கிட்ட பறிச்சு எனக்கு ஃபுட்டு மேடிச்சு தர சொல்லுங்க. எனக்கு ரொம்ப விசக்குது. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതൊക്കെ നീ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? അയ്യോ എന്നിട്ട് ഇൻസ്റ്റാഗ്രാമേ ഇല്ലക്കാ ഓപ്പൺ ചെയ്യണോ? ഇതെന്താ പിന്നെ എവിടെ ഇടാനാണ് പറഞ്ഞത്? പുതിയ ഇതെങ്ങനെ പുതിയ അക്കൗണ്ട് ഇൻസ്റ്റയിൽ ഉണ്ടാക്കണേ? പേരടിച്ചൊക്കെ ഉണ്ടാക്ക്. കൊറേ സമയം എടുക്കും വയ്യ എനിക്ക് ഇങ്ങനെ. സോമൻ വളഞ്ഞ വഴി. സോമൻ വളഞ്ഞ വഴി, സോമൻ ഇരുന്ന വഴി, കിടന്ന വഴി കൊറേ ഉണ്ടല്ലോ. അത് എന്റെ ഓറയാണ് ബോസണ്ണ കാണണ്ടേ എഴുതുന്നു കാലൊന്നും പിടിക്കേണ്ടടാ ഞാൻ ക്ഷമിച്ചു പൊക്കോ. സത്തവേ എടാ നിങ്ങൾ അപ്പൊ പമ്പിലൊന്നും പോകുന്നില്ലേ? ഞാൻ പോട്ടെ. അല്ല ബ്രോ വണ്ടി തരാവോ? ഇൻസ്റ്റയിലൊക്കെ നല്ല റെസ്പോൺസ് ആണല്ലോ. സോമു അപ്പ அப்பா சுகமானாப்பா கண்ணப்பா எவன போய் ஜெர்மனப்பா கண்ணப்பா நிச்சயடப்பா எவட போய் திருச்சி வந்தല്ലോ ഓടല്ലേ കണ്ണാപ്പി ഇങ്ങനെ. அப்பா ഫുഡ് ഉണ്ടാ? ഓ കണ്ണാപ്പിനെ തിരിച്ചോണ്ട് പോയി. ഞാൻ പോയിട്ട് അവന്റെ ചോദിച്ചിട്ടാ